സംസ്ഥാനത്ത് ഇന്നും നാളെയും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഈ ഒരു വേനൽക്കാലം അതിന്റെ ഒരു ആരംഭഘട്ടത്തിൽ തന്നെ കടുത്ത ചൂടുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? സിന്ധൂരി, എന്തായാലും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് താപനില ഉയരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഉണ്ടായേക്കാനുള്ളൊരു സാധ്യത കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. എന്തായാലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കൂടി ഇത്തരത്തിൽ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, അതിനൊപ്പം തന്നെ സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അത്തരത്തിൽ വേണ്ട മുൻകരുതലുകൾ പൊതുജനങ്ങൾ സ്വീകരിക്കണമെന്നതാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ടുള്ള ഈ സൂര്യതാപം ഒരിക്കലും ഏൽക്കരുതെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടെ അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ കരുതണം എന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ശുദ്ധജലം കുടിക്കണമെന്നത്, അതായത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ശുദ്ധജലം പരമാവധി കുടിക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങൾ അത് ഒഴിവാക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് പരമാവധി കോട്ടൺ വസ്ത്രങ്ങളായിട്ടുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന പ്രധാന നിർദ്ദേശം. എന്തായാലും 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില സംസ്ഥാനത്ത് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. സിന്ധൂരി, വ്യക്തമാണ് സുലേഖ. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനിലയിൽ മുന്നറിയിപ്പുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസിൽ വരെ വർധനവുണ്ടാകാം. കൃത്യമായ രീതിയിലുള്ള ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.